ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം 2019 ജൂൺ 15 നടക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഈ എക്സാമിന് വേണ്ടി 90 ദിവസം കൊണ്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സഹായിക്കുന്ന ഒരു ടൈം ടേബിൾ ഞാൻ ഈ ചാനലിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. കൂടാതെ ഈ പരീക്ഷയ്ക്കായി PSC തന്നിട്ടുള്ള ഡീറ്റെയിൽഡ് സിലബസിൽ പ്രാധാന്യം കൂടിയ ഭാഗങ്ങൾ വിവരിക്കുന്ന എൻ്റെ വീഡിയോയും മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പരീക്ഷയ്ക്ക് ഇനിയുള്ള കുറഞ്ഞ നാളുകളിൽ നിങ്ങൾ തീവ്രമായ പഠനത്തിലാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ തീവ്രമായ പഠനത്തിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ജോലി സാധ്യത കുറച്ചെങ്കിലും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ നിയമന നില അറിഞ്ഞാൽ നിങ്ങളുടെ പഠന തീവ്രത കുറച്ചുകൂടെ വർദ്ധിച്ചാലോ? എങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും നാളിതുവരെ എത്ര പേർക്ക് നിയമനം നൽകി എന്നുകൂടി പരിശോധിക്കാം. അതിനു മുമ്പായി ഒരു കാര്യം, ഈ പരീക്ഷയ്ക്ക് നിങ്ങളെ സഹായിക്കാനായി ഞാൻ വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആദ്യമായി നമുക്ക് ഈ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് പരിശോധിച്ച് കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് കഴിഞ്ഞ തവണ നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ്. ഇത് ഞാൻ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് കാണാവുന്നതാണ്. 72.67 മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ 72.67 മാർക്കും അതിന് മുകളിൽ മാർക്ക് വാങ്ങിയവരുമാണ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ. അതിന് ആനുപാതികമായി മാർക്ക് വാങ്ങിയവർ ഇതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് കൂടി ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ മെയിൻ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ 1ാം റാങ്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് നമുക്കിവിടെ കാണാം. 90.33 മാർക്കാണ് 1ാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാനിത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ ആകെ 5151 ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ്. ഏറ്റവും അവസാനമായി ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ റാങ്ക് 5151 ആ ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയിരിക്കുന്ന മാർക്കും കാണാം 72.67 മാർക്കാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കഴിഞ്ഞ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടത് 5151 പേരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് 72.67 ആയിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി താഴോട്ട് കാണുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ നിലവിലെ നിയമന നിലയാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ എക്സാമിൻ്റെ നിയമന നില. ഇതിൽ ഡേറ്റ് ഓഫ് എക്സാം കൊടുത്തിട്ടുണ്ട്. 10/8/2016 ഈ പരീക്ഷ നടന്നത്. ടോട്ടൽ അഡ്വൈസ്, അപ്പോൾ നാളിതുവരെ ടോട്ടൽ അഡ്വൈസ് 1963 + 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1964 പേർക്കാണ് ഇതിലേക്ക് ആകെ നിയമനം നടന്നിട്ടുള്ളത്.
ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ്. അപ്പോൾ 14/3/2019 അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ, അല്ലെങ്കിൽ 3 വർഷം കാലാവധി. അപ്പോൾ 3 വർഷം കാലാവധി ആയിട്ടില്ല. അപ്പോൾ അതുവരെ ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടാകും. നിയമനം ഇനിയും നടക്കാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറിയിലായിട്ട് നടന്നിട്ടുള്ള നിയമനം കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് കാണാം 1614 പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈഴവ 1622 ഈഴവ 1622. SC വിഭാഗത്തിൽ നിന്നും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് വരെ നിയമനം നടന്നു. 43 റാങ്ക് ഉള്ള ഉദ്യോഗാർത്ഥിക്ക് വരെ SC നിയമനം ലഭിച്ചു. ST 41, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 41 റാങ്കുകാരന് വരെ ജോലി ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം 2020 റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് വരെ ജോലി ലഭിച്ചു. LC 3586 വരെ 3586 വരെ റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിക്ക് വരെ ജോലി ലഭിച്ചിട്ടുണ്ട്. OBC 1612 ആണ്. വിശ്വകർമ്മ 1809 SIUC നാടാർ അത് 1694. ഹിന്ദു നാടാർ 1672. SCCC അത് സപ്ലിമെൻ്ററി 9. ഇനി ധീവരയാണ്. ധീവര 2268 റാങ്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥിക്ക് വരെ നിയമനം ലഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമന നില എത്രയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 2.5 വർഷം കൊണ്ട് തന്നെ ഏകദേശം 2000-ഓളം നിയമനം നടന്നു കഴിഞ്ഞു. വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം ജൂൺ 15 നടന്ന് അതിനുശേഷം 6 മാസമെങ്കിലും കഴിഞ്ഞ് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. റാങ്ക് ലിസ്റ്റുകളുടെ അവസാന കാലഘട്ടങ്ങളിൽ കൂടുതൽ നിയമനം നടക്കുമെന്നതിനാൽ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇനിയും 1000 മുതൽ 1500 വരെ നിയമനം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ നിലവിലെ നിയമന നില അപേക്ഷിച്ച് എത്രയോ വലുതാണിത്. ആത്മാർത്ഥമായും ചിട്ടയായും പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായും ഉൾപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ പാഴാക്കി കളയാതെ ഈ ജോലി എനിക്ക് തന്നെ ലഭിക്കും, ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായും ഉണ്ടാകും എന്ന് മനസ്സിൽ പല ആവർത്തി പറഞ്ഞുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പഠനം തുടരുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി നിങ്ങളെ സഹായിക്കാനായി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 3 വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. എൻ്റെ ക്ലാസ്സുകൾക്ക് നിങ്ങളിൽ നിന്നും ലഭിക്കുന്ന നല്ല നല്ല കമൻറ്റുകളാണ് ജോലിത്തിരക്ക് പോലും അവഗണിച്ച് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഈ ക്ലാസ്സുകൾ കൂടാതെ ഉദ്യോഗാർത്ഥികളുടെ സംശയ നിവാരണത്തിനായി ജില്ലാ PSC ഓഫീസറുമായി നടത്തിയ ഇൻ്റർവ്യൂ, തുടക്കക്കാർ എങ്ങനെ പഠിച്ചു തുടങ്ങണം, 100-നുള്ളിൽ റാങ്ക് നേടുന്നതിനുള്ള പഠനരീതി, BO എക്സാമിന് വേണ്ടിയുള്ള പ്രത്യേക ടൈം ടേബിൾ, റാങ്ക് ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് പഠിക്കുന്ന രീതി, പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ പഠിക്കേണ്ട രീതി തുടങ്ങിയ ലേണിംഗ് മെത്തേഡുകളുടെ വീഡിയോയും മോട്ടിവേഷൻ വീഡിയോകളും ടോപ്പിക് വൈസ് ക്ലാസ്സുകളുമൊക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകൾ കാണുന്നതിനായി നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഇടതുവശത്തായി കാണുന്ന ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ഈസ് PSC കോച്ചിങ് എന്ന ഈ ചാനലിലേക്ക് പ്രവേശിക്കാവുന്നതും അതിലെ പ്ലേലിസ്റ്റ് പരിശോധിച്ച് ഇഷ്ടമുള്ള വീഡിയോകൾ കാണാവുന്നതുമാണ്.
കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.